നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. പരിഷ്കരിച്ച സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വികസന ഫണ്ട് ഗണ്യമായി വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും മുൻ മന്ത്രിയും CPIM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം കമ്മിറ്റി അംഗം മുനിസിപ്പൽ കൗൺസിലർ KS പ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CPI മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ്, കേരള കോൺഗ്രസ് M ജില്ലാ ജോയിന്റ് സെക്രട്ടറി TK വർഗീസ്, RJD മണ്ഡലം പ്രസിഡന്റ് AT വർഗീസ്, JDS നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജു പാലത്തിങ്കൽ എന്നിവർ പ്രസംഗിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ KP ജോർജ് സ്വാഗതവും MB രാജു മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ആസൂത്രണ പ്രസ്ഥാനം ലോകത്തിന്റെ തന്നെ ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് ഒരു മാതൃകാ സംവിധാനം എന്ന നിലയിൽ കേരളത്തിൽ രൂപീകൃതമായിരുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി 30 വർഷങ്ങളായി കേരള സംസ്ഥാന ഗവൺമെന്റ് 35% വിഹിതം ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചു വരികയും കൃത്യമായ ആ പദ്ധതി വിഹിതം ഉപയോഗിച്ചുകൊണ്ട് നാടിൻ്റെ അടിസ്ഥാന സൗകര്യ വിപുലീകരണവും ഏറ്റവും ദയനീയരായ മനുഷ്യരുടെ ജീവിതാവസ്ഥകളിൽ വളരെ ഗുണപരമായ മാറ്റങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ UDF എപ്പോൾ അധികാരത്തിൽ വരുന്നുവോ അപ്പോഴൊക്കെ ആ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിൻ്റെയും അധികാര വികേന്ദ്രീകരണത്തിൻ്റെയും സത്ത ചോർത്തിക്കളഞ്ഞുകൊണ്ട് പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും കോർപ്പറേഷനുകളെയും ദുർബലമാക്കുന്ന തരത്തിലുള്ള നയ സമീപനങ്ങളിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നേരത്തെയും നമുക്ക് അനുഭവ സാക്ഷ്യമുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഭീകരമായ നിലയിലാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്ന UDF ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന ബജറ്റിൽ 10,189 കോടി രൂപയാണ് ഇതിനായിട്ട് നീക്കിവെക്കപ്പെട്ടത്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 1533.55 കോടിയുടെ വെട്ടിച്ചുരുക്കൽ. തൃശൂരിൽ വെച്ച് നടക്കുന്ന DYFI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി DYFI ഇരിങ്ങാലക്കുട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അകം കേരളം പുറം കേരളം മൈഗ്രേഷന്റെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച പാനൽ സംവാദം പ്രവാസി ക്ഷേമ ബോർഡ് മുൻ ചെയർമാനും CPIM ജില്ലാ സെക്രട്ടറിയുമായ KV അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. സെന്റർ ഫോർ മൈഗ്രേഷൻ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ബിനോയ് പീറ്റർ, ലോക കേരള സഭാംഗം നന്ദിനി മോഹൻ എന്നിവർ പാനലിസ്റ്റുകളായിരുന്നു. കൈരളി TV പ്രവാസലോകം ഷോ ഡയറക്ടർ റഫീഖ് റാവുത്തർ മോഡറേറ്ററായിരുന്നു. സ്വാഗത സംഘം ചെയർമാൻ VA മനോജ് കുമാർ, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരൻ നാരായണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് J. ചിറ്റിലപ്പിള്ളി, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം RL ശ്രീലാൽ, ബ്ലോക്ക് സെക്രട്ടറി അഖിൽ ലക്ഷ്മണൻ, പ്രസിഡന്റ് ശരത് ചന്ദ്രൻ, ട്രഷറർ KD യദു, ജില്ലാ കമ്മിറ്റി അംഗം നവ്യ കൃഷ്ണ, ജോയിന്റ് സെക്രട്ടറിമാരായ വിഷ്ണു പ്രഭാകരൻ, KK രാംദാസ്, വൈസ് പ്രസിഡന്റ് PD ദീപക്, എക്സിക്യൂട്ടീവ് അംഗം വിൻസി ജോജി എന്നിവർ പങ്കെടുത്തു. കാര്യം വ്യക്തമാക്കുകയാണ്. കാരണം അന്ന് വിസ ആയിട്ടല്ല പോയത്, കടൽ കടന്ന് അക്കരെ പോയ മനുഷ്യര്, ലോഞ്ചുകളിൽ പത്തേമാരികളിൽ ഒക്കെ പോയവര്
അവർക്ക് പാസ്പോർട്ട് പോലും ഉണ്ടായിരുന്നില്ല. എത്രയോ മനുഷ്യര് ഇവിടെ നിന്ന് ഗൾഫിലേക്ക് പോയി, ഗൾഫിലെ വിവിധ രാജ്യങ്ങളിലേക്ക് പോയി. അവിടെ ഒരു യാത്രാരേഖയും ഇല്ലാതെ കടലോരത്ത് വീണടിഞ്ഞ മനുഷ്യരെ, അർദ്ധപ്രാണൻ മാത്രമുള്ള മനുഷ്യരെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് നയിച്ചത് ഗൾഫ് രാജ്യങ്ങളിലെ തദ്ദേശീയരായിരുന്നു. ഒരു പുസ്തകം ഞാൻ ഓർക്കുകയാണ്, ശ്രീ കൃഷ്ണദാസിൻ്റെ ദുബായ് പുഴ എന്ന പുസ്തകം. ഗ്രീൻ ബുക്സിൻ്റെ സ്ഥാപകനായിട്ടുള്ള കൃഷ്ണദാസ്, ദുബായ് പുഴയിൽ കൃഷ്ണദാസ് എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവം വളരെ വികാര തീവ്രതയുള്ള ഒന്നാണ്. കാരണം ദിവസങ്ങളോളം ലോഞ്ചിൽ ഭക്ഷണമില്ലാതെ ഛർദ്ദിച്ച് അവശരായി കിടന്ന മനുഷ്യരെ അവർ കാറ് കഴുകാൻ ഒരാൾ, അടുക്കളയിൽ 2 പേര്, ഒരാൾ കുട്ടികളെ കൊണ്ട്, എങ്ങനെ ഇത്രയും വേലക്കാർ, നമുക്കൊന്ന് കുനിഞ്ഞൊന്ന് നമുക്കൊന്ന് കാറ് കഴുകിക്കൂടെ എന്നൊക്കെ ഇയാൾ ചോദിച്ചു. അങ്ങനെ ഒരു പ്രത്യേക സമുദായം, ഒരു പ്രത്യേക സമൂഹം നമ്മുടെ പണം മുഴുവൻ കൊള്ളയടിക്കുകയാണ് എന്നുള്ളൊരു ലെവലിൽ അയാൾ വർത്തമാനം പറഞ്ഞു. അത് ഞാൻ മൈഗ്രൻ്റ് ഫോറം ഏഷ്യയുടെ വക്താവായിട്ട് അവിടെ ഉണ്ട്. ദുബൈയിൽ വെച്ച് നടക്കുന്ന അബുദാബി ഡയലോഗാണ്. എല്ലാ ഗൾഫിലെ വിദേശകാര്യ മന്ത്രിമാരും വലിയ വലിയ ഭരണാധികാരികളും പങ്കെടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഞാൻ എണീറ്റെന്ന് പറഞ്ഞു, ജനാബ്, നിങ്ങൾ ഉദ്ദേശിച്ച ആ സമൂഹത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ. പക്ഷേ എനിക്ക് പറയാനുള്ളതും കൂടി നിങ്ങളൊന്ന് കേൾക്കണം. ഞങ്ങൾ ആ സമൂഹം നിങ്ങളുടെ എണ്ണ കണ്ട് വന്നതൊന്നുമല്ല. ഇവിടെ എണ്ണ കണ്ടിട്ടാണല്ലോ ബാക്കിയുള്ള എല്ലാ ഫിലിപ്പൈനോസും ബാക്കിയുള്ള എല്ലാ രാജ്യക്കാരും ഇവിടെ വന്നത്. പക്ഷെ മലയാളി പോയത് എണ്ണ കണ്ടിട്ടല്ല. ഇരിങ്ങാലക്കുട കോടതി സമുച്ചയം ഉദ്ഘാടനം സ്വാഗത സംഘം ഓഫീസ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജഡ്ജ് റെനോ ഫ്രാൻസിസ് സേവ്യർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് VS ലിയോ സ്വാഗതവും സെക്രട്ടറി അഡ്വക്കേറ്റ് KJ ജോൺസൺ നന്ദിയും പറഞ്ഞു. ബാർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹോബി ജോളി, ട്രഷറർ MP ജയരാജ്, നിർവാഹക സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് PK അശോകൻ, അഡ്വക്കേറ്റ് KJ വിഷ്ണു, അഡ്വക്കേറ്റ് ഷൈനി ജോജോ, VS അരുൺ രാജ് എന്നിവർ നേതൃത്വം നൽകി. ഏഴ് നിലകളിലായി പണിതുയർത്തിയിട്ടുള്ള നമ്മുടെ ഇരിങ്ങാലക്കുട കോർട്ട് സമുച്ചയം ഏതാണ്ട് 93 കോടി രൂപയോളം ചെലവഴിച്ചാണ് അതിൻ്റെ പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഏതാണ്ട് 1,65,000 സ്ക്വയർ ഫീറ്റാണ് നമ്മുടെ കോടതിയുടെ ആകെയുള്ള വിസ്തീർണം. അങ്ങനെയുള്ള ബൃഹത്തായി കോടതി 10 കോടതികൾ പ്രവർത്തിക്കാവുന്ന സൗകര്യത്തോടു കൂടിയിട്ടുള്ള മറ്റെല്ലാ സൗകര്യങ്ങളുമുള്ള നമ്മുടെ കോടതിയുടെ നിർമ്മാണ ഉദ്ഘാടനം ഞാൻ ഓർക്കുകയാണ് 27/2/2016 അന്നത്തെ കേരളത്തിൽ ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷണാണ് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത്. അന്ന് ബജറ്റിൽ വകയിരുത്തതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ തുക നമുക്ക് പല സന്ദർഭങ്ങളിൽ ലഭിച്ച് നമ്മൾ ഈ കോടതിയുടെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. 2014-15 ബഡ്ജറ്റിലാണ് നമ്മുടെ ഈ കോടതിയുടെ പ്രഖ്യാപനം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ കേരളത്തിലെ തലയെടുപ്പുള്ള ഈ കോർട്ട് സമുച്ചയം ഉദ്ഘാടനം ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആളുകളൊക്കെ ഇരിങ്ങാലക്കുട ITU ബാങ്കിലെ നിക്ഷേപകർ ഇരിങ്ങാലക്കുട ടൗൺ ബാങ്ക് ഡെപ്പോസിറ്റേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ചു. ഗായത്രി ഹാളിൽ ചേർന്ന യോഗത്തിൽ ഭാരവാഹികളായി പ്രിൻസ് മാത്യു ചക്കാലക്കൽ പ്രസിഡന്റ്, വിപിൻ ജോണി വൈസ് പ്രസിഡന്റ്, ലിയോ P. ആൻഡോ സെക്രട്ടറി, മോഹൻദാസ് വേങ്ങാശ്ശേരി ജോയിന്റ് സെക്രട്ടറി, സഞ്ജീവൻ ട്രഷറർ, ലേഖ CU, സനോജ് മോഹൻ, ടോയ് തണ്ടിയേക്കൽ, വാറുണ്ണി, പ്രേംരാജൻ M, PS പ്രേംചന്ദ്രൻ, നിർവാഹക സമിതി അംഗങ്ങൾ എന്നിവരെ തെരഞ്ഞെടുത്തു. എല്ലാവരും അധ്വാനിക്കുന്നുണ്ട്, നമുക്ക് അതിനെ ലീഗലൈസ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ബൈലോ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ബൈലോസ് പാസ്സാക്കിയെടുക്കുക. അപ്പോൾ അതൊന്ന്. 2, ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം. ആ റെസൊല്യൂഷനിലുള്ളത് ഒന്ന് ബൈലോസ് അപ്രൂവ് ചെയ്തു എന്നുള്ളതും 2 നമ്മുടെ ഭാരവാഹികളെ കൺഫേം ചെയ്തു എന്നുള്ളതും
പിന്നെ മൂന്നാമതായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് തീരുമാനിച്ചു എന്നും പിന്നെ ഒരു ഇൻറ്റേർണൽ ഓഡിറ്ററെ വേണമെന്നുണ്ടെങ്കിൽ ഈ മീറ്റിങ്ങിൽ സെലക്ട് ചെയ്യാം. ഇൻറ്റേർണൽ ഓഡിറ്ററുടെ ആവശ്യകത എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റേർണൽ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം, നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. 0480 കലാ സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഓപ്പറേഷൻ തൂഫാൻ പരിപാടിയുമായി സഹകരിച്ച് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ NSS യൂണിറ്റിൻ്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ബ്ലീഡിംഗ് ഗ്രീൻ മ്യൂസിക്കൽ പ്രോഗ്രാമിൻ്റെ പോസ്റ്റർ റിലീസ് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA, മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ, രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ, സെൻറ് ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ബ്ലസ്സി, ക്രൈസ്റ്റ് കോളേജ് NSS കോർഡിനേറ്റർ അനുഷ, 0480 ഭാരവാഹികളായ സതീഷ് മേനോൻ, റഷീദ് കാറളം, അനൂപ് മേനോൻ, സോണിയഗിരി, കിഷോർ പള്ളിപ്പാട്ട് എന്നിവർ പങ്കെടുത്തു. കലാ സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിൽ രാസലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനിന്റെ ഭാഗമായി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ജനകീയ പദ്ധതിയായ തൂഫാനൊപ്പം കൈകോർത്ത് ഓഗസ്റ്റ് 2-ന് കഥകളിയും ഓഗസ്റ്റ് 11-ന് ക്രൈസ്റ്റ് കോളേജിന്റെ സഹകരണത്തോടെ മ്യൂസിക് പ്രോഗ്രാമും സംഘടിപ്പിക്കുമെന്ന് പ്രസിഡന്റ് യു പ്രദീപ് മേനോൻ, സെക്രട്ടറി റഷീദ് കാറളം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആഗസ്റ്റ് 15-ന് ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് പാടുക പാട്ടുകാര നാടകം അരങ്ങേറും. ബ്ലൂം അഗെയിൻസ്റ്റ് ഡ്രഗ്സിന്റെ ഭാഗമായി രാസലഹരിക്കെതിരെയായിട്ട് 0480 വിഭാവനം ചെയ്തിരിക്കുന്നത്. അത് സർക്കാർ പരിപാടികളായ മധുരം ജീവിതം, ഇപ്പോഴത്തെ സർക്കാരിൻ്റെ പരിപാടിയായ തൂഫാൻ എന്നിവയുമായി കൈകോർത്തുകൊണ്ട് ഈ വരുന്ന 2-ാം തീയതി ഞായറാഴ്ച കഥകളി പരിപാടിയാണ്. അത് ശാന്തം ഓഡിറ്റോറിയത്തിൽ വെച്ച് വൈകുന്നേരം 5 മണിക്ക് തുടങ്ങുന്നു. ഗുരുവന്ദനവും കഥകളിയും. ഇരിഞ്ഞാലക്കുടയിലെ കഥകളി ആചാര്യന്മാരെ ആദരിക്കുകയാണ് 5 മണിക്ക്. മുൻ വിദ്യാഭ്യാസ മന്ത്രിയും കഥകളി കലാകാരിയുമായ ബിന്ദു ടീച്ചറാണ് കഥകളി ആചാര്യന്മാരെ ആദരിക്കുന്ന ചടങ്ങ് നടത്തുന്നത്. തുടർന്ന് കഥകളി കീചകപദം അത് അവതരിപ്പിക്കുന്നത് അവതരണം ആവണങ്ങാട്ട് കളരി ഗോപിയാസാന്റെ നേതൃത്വത്തിലാണ്. കൂടാതെ 0480 സഹയാത്രികനും പ്രവാസിയുമായ കൃഷ്ണൻ ഉണ്ണി പള്ളിപ്പാട്ട് അതിന് നേതൃത്വം നൽകുന്നു. അദ്ദേഹം ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇതിനായി ലീവ് എടുത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് നമ്മുടെ ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ നടത്തിയിട്ടുള്ളത്. ഇതാണ് ആദ്യത്തെ പരിപാടി. രണ്ടാമത്തത് ബ്ലീഡിംഗ് ഗ്രീൻ മ്യൂസിക്കൽ ബാൻഡ് ബാംഗ്ലൂർ. അത് അറിയപ്പെടുന്ന ഒരു പുതിയ തലമുറയുടെ ഒരു മ്യൂസിക്കൽ ബാൻഡാണ്, ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. ഇരിങ്ങാലക്കുട JCയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓൾ കേരള ഇന്റർ കോളേജ് ഡാൻസ് മത്സരം സെന്റ് ജോസഫ് കോളേജിൽ കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ബ്ലസ്സി ഉദ്ഘാടനം ചെയ്തു. JCI പ്രസിഡന്റ് ഷൈജോ ജോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി കിരൺ ശ്രീനിവാസ്, ടിബിൻ അമ്പൂക്കൻ, വിൽജി വിനോയ്, ലിൻഡോ തോമസ്, പ്രോഗ്രാം ഡയറക്ടർ ഹാരിഷ് കോലങ്കണ്ണി എന്നിവർ പ്രസംഗിച്ചു. പറഞ്ഞു അത് ഞങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സിലേക്കും കുറച്ച് ഞങ്ങൾക്ക് ഒരു ചെറിയ സ്പാർക്ക് കിട്ടും. തീർച്ചയായിട്ടും അതായത് പ്രോഗ്രാം വളരെ നല്ലതാണ്. Through that classes we will get some spark. പക്ഷെ using that spark ക്രിയേറ്റിവിറ്റിയിലേക്ക് അവർ വരികയാണ്. അപ്പോൾ അത് ചെയ്ത് കുറച്ചുകൂടി അവർക്ക് അവരുടെ മനസ്സിലേക്ക് അത് പതിയുകയാണ്. ഈ ഡാൻസ് കോമ്പറ്റീഷൻ ഞാൻ ഉദ്ദേശിച്ചിട്ട് ശരിക്കും ഇപ്പോൾ സാധാരണ എൻ്റെ പ്രായത്തിൽ കണ്ടിരിക്കുന്ന സാധാരണ ഡാൻസ് അതിനപ്പുറത്തേക്ക് കുറച്ചും കൂടി തീമാറ്റിക് ഫോമിലേക്ക് പോയിട്ടുണ്ട്. ഇന്നത്തെ ഡാൻസ് ഫെസ്റ്റ് എല്ലാം എനിക്കറിയാം. കാരണം 10 days കോളേജിൽ പിള്ളേർ പോകുമ്പോൾ ഞാനത് കാണാറുണ്ട്. അതിന് മുമ്പ് അവർ ഫസ്റ്റ് കാണാറുണ്ട്. അപ്പോൾ ഇന്നലെയും നമ്മൾക്കിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എത്രമാത്രം സോഷ്യൽ വാല്യൂസാണ് ആ കലാരൂപത്തിലൂടെ നമ്മൾ കുട്ടികൾക്ക് അവർ പറഞ്ഞു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അത് എനിക്ക് വളരെ നല്ലതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ
ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ചില സമയത്ത് ആവശ്യമില്ല. അതൊന്നും വേണ്ടാന്ന് പറയില്ല, അതും ആവശ്യമാണ് എന്ന് പറയുന്നത്. കുറച്ച് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.